പടച്ചവൻ കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് തൊപ്പി വെച്ചിരിക്കുന്ന ആളോ, കുറിയിട്ടിരിക്കുന്ന ആളോ, കൊന്ത ചൊല്ലുന്ന ആളെയോ അല്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഗീത പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാല്, ദൈവത്തിന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. ദൈവത്തിന്റെ കൂട്ടുകാരനെ നിനക്ക് പരിചയപ്പെടണോ? എന്നിട്ട് പറയുന്നത് പള്ളിയിൽ അവരെ കാണാമെന്നല്ല, അമ്പലത്തിൽ ചെന്ന് അവരെ കാണാമെന്നല്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭാവിയെ കുറിച്ച് പേടിയില്ല, അവർക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ച് പ്രയാസമില്ല. അവരാണ് എന്റെ കൂട്ടുകാർ. പടച്ചവൻ കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് തൊപ്പി വെച്ചിരിക്കുന്ന ആളോ, കുറിയിട്ടിരിക്കുന്ന ആളോ, കൊന്ത ചൊല്ലുന്ന ആളെയോ അല്ല. പടച്ചവൻ കൂട്ടുകാരനായിട്ട് പ്രഖ്യാപിച്ചത് ഭാവിയെക്കുറിച്ച് ഒരു ഭയവുമില്ലാത്ത, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരു സങ്കടവുമില്ലാത്ത, ഈ നിമിഷത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അൽഹംദുലില്ലാ, നിമിഷം എനിക്ക് തന്നല്ലോ പടച്ചവൻ. ഈ നിമിഷത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച്, ഈ നിമിഷത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്ന കുറെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയാണ് പടച്ചവൻ ദൈവം കൂട്ടുകാരനാക്കി ചൂസ് ചെയ്തത്.